Ethane on combustion gave carbon dioxide and water. It shows the result are in accordance with the law of conservation of mass. Then coefficient of oxygen is equal to. ഇതാണ് question. Combustion എന്ന് പറഞ്ഞാൽ burning of any substance, any chemical substance in presence of oxygen to give carbon dioxide and water, and always water will be in the form of vapor and heat and light. Four products will be there: carbon dioxide, water, heat and light. So it follows law of conservation of mass, indicating it is a balanced chemical reaction. Okay, so ethane is C2H6, okay, plus, and that is combustion. The process of combustion means burning in presence of oxygen. So oxygen to give the products are carbon dioxide, CO2 and water. CO2 and water. Okay, water, and along with the heat and light is produced. Heat and light is produced. Okay, so ഇവിടെ കാർബൺ രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് കാർബൺ എന്തായാലും വേണം. ഓക്കെ, സോ 2 carbon. Then hydrogen. In the case of hydrogen, 6 hydrogen is present in the left side, but here only 2 hydrogen. So 3 into 2, 6 hydrogen. Now 6 hydrogen is present in the right side also. Then oxygen. In the case of oxygen, only 2 oxygen is present here. In the right side, 2 into 2, 4, plus here 3. Totally 7 oxygen is present. 7 oxygen. ഇവിടെ രണ്ടേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 2നെ 7/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ഉണ്ട്, ആ 2 ഇൻറ്റു 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു 7 itself. 2 cancels each other and 7 and 7. ഓക്സിജൻ ഈ ഭാഗത്തും 7 ആവും, ഈ ഭാഗത്തും 7 ആവും. ഓക്കെ, സോ ഓക്സിജൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7/2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓക്സിജൻ്റെ കോഎഫിഷ്യൻറ്റ് 7/2 ആണ് കറക്റ്റ്. ഐഡൻറ്റിഫൈ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്: C2H6O ആൻഡ് C2H4O. ആദ്യത്തെ കേസ് എടുക്കാം, C2H6O. C2H6O ഇങ്ങനെ വരുമ്പോൾ മക്കളെ ഒരു ഓക്സിജൻ മാത്രമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോളിക്കുലാർ ഫോർമുലയിൽ ഉള്ളത് എങ്കിൽ ഒരു ഓക്സിജൻ മാത്രം വരുന്ന 3 ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 1 OH ആൽക്കഹോൾ, 2 CHO ആൽഡിഹൈഡ്, 3 കീറ്റോൺ CO. ഓക്കെ, ഈ 3ൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് ഒരു O ആ മോളിക്കുലാർ ഫോർമുലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ C2H6O ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം OH ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, OH ആണെങ്കിൽ ഇവിടെ OH ഒരു വാലായിട്ട് OH ഇട്ട് കൊടുക്കാം. ബാക്കി എത്ര കാർബൺ? 2 കാർബൺ അതിലുണ്ട്. 6 ഹൈഡ്രജൻ ഉണ്ട്, അതിലൊരു ഹൈഡ്രജൻ OHലെ ഹൈഡ്രജനായിട്ട് പോയി, ബാക്കി 5 ഹൈഡ്രജൻ നിലവിലുണ്ട്. അപ്പോൾ C2H5OH അതൊരു ആൽക്കഹോളാണ്. ഏത് ആൽക്കഹോളാണ്? എത്തനോളാണ്. C2H5OH എന്ന് പറയുന്നത് എത്തനോളാണ്. സോ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദിസ് മോളിക്യൂൾ ഈസ് C2H5OH. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി ഇതിൽ CHO ആണ് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് CHO ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. CHO ഇട്ടു, ബാക്കി കാർബൺ ഒരു കാർബൺ ഉള്ളൂ, ബാക്കി ഹൈഡ്രജൻ 5 എണ്ണം ഉണ്ട്. ഇതൊരിക്കലും പോസിബിൾ അല്ല. CH5 എന്നും പറഞ്ഞിട്ടൊരു മോളിക്യൂള് പോസിബിൾ അല്ല. അപ്പോൾ ദാറ്റ് ചാൻസ് ഈസ് ലെസ്. ഇനി CO വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക്
3 മോളിക്യൂൾസ് എങ്കിലും കാർബൺ വേണം. 3 കാർബൺ മസ്റ്റാണ്. കാരണം സിയോടെ ഈ സൈഡിലും ഒരു കാർബൺ അറ്റാച്ച് ചെയ്യണം, ഈ സൈഡിലും കാർബൺ അറ്റാച്ച് ചെയ്യണം. സിഒ എന്ന കീറ്റോൺ ഗ്രൂപ്പിനെ നമുക്ക് ഒരിക്കലും ഒരു കോമ്പൗണ്ടിൻ്റെ അറ്റത്ത് ഒരു എൻഡിൽ കൊണ്ട് എഴുതാൻ പറ്റില്ല. എപ്പോഴും മിഡിലായിട്ടാണ് സിഒ ഗ്രൂപ്പ് ഇരിക്കുക. ഓക്കെ, സോ മിനിമം 3 കാർബൺ വേണം ഒരു കീറ്റോൺ അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, സോ our first compound, the functional group present in C2H6O is OH, that is alcohol. Okay, and considering second compound C2H4O. ഒരു ഓക്സിജൻ തന്നെയാണുള്ളത്. ചെക്ക് ചെയ്യാം അത് OH ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. OH ഇട്ടു, ബാക്കി 2 കാർബൺ ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനാണ് ഉള്ളത്. ഇങ്ങനൊരു മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യില്ല. C2, അതായത് 2 കാർബൺ ഇങ്ങനെയും പിന്നെ ഒരു 3 ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ അതിൻ്റെ വാലൻസി കറക്റ്റ് ആവില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി ഇല്ല. ഇനി ചെക്ക് ചെയ്യാം രണ്ടാമത്തത് CHO ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. CHO ഇട്ടു, CH ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരു കാർബൺ ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജനുമുണ്ട്. C2H4Oയിൽ CHO, ഒരു CHO അങ്ങോട്ട് പോയി, ബാക്കി ഒരു കാർബൺ ഉണ്ട്, പിന്നെ 3 ഹൈഡ്രജൻ ഉണ്ട്. CH3CHO. ഈ കോമ്പൗണ്ട് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CHO ആണ്. മോളിക്യൂളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO എന്ന് പറയുന്നത് അത് ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് ഏത് മോളിക്യൂളാണ്? ഇതാണ് 2 കാർബൺ ഉണ്ട്, എത്തനാൽ, ഈത്തൈൻ 1 ആൾ എത്തനാൽ.